ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അമ്മ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരാളുടെ പേര് പോലും പറഞ്ഞിട്ടില്ലെന്നേ. നീ ഇപ്പൊ എന്താ പറയണ? ഞാൻ എല്ലാം ഇട്ടറിഞ്ഞ് നിന്നോട് പറഞ്ഞോളാം. എന്തോന്നാ ഇത്? സമാധാനപ്പെട്ടിരുന്നോ? അവസാനം ഹലോ, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ പുതിയൊരു അതിഥി കൂടെ വരുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ ഗൗരിയമ്മയുടെ കാമുകനാണോ അല്ലെങ്കിൽ ഭർത്താവ് നമ്മുടെ ശ്രീകുട്ടൻ തന്നെയാണോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. വേറൊന്നുമല്ല, നമ്മുടെ ഗൗരിയമ്മായി ഭയങ്കര മുട്ടൻ ഫോൺ വിളി, അതും ഇവരുടെ കണ്ണിലൊന്നും പെടാതെ പുറത്തൊക്കെ പോയിന്ന് ഫോൺ ചെയ്യുക. അപ്പൊ നമ്മുടെ കനകാന്റിയാണ് ആദ്യം കേൾക്കുന്നത്. കനകാന്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഗൗരിയമ്മായി ഫോണിൽ പറയുകയാണ്, എടാ ഞാൻ നിന്റെ വിവാഹം ചെയ്യൂലേ, പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ, ഐ ലവ് യുടാ ഉമ്മ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരിയമ്മായി പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ കനകാന്റി പോയി പാറമട വീട്ടിൽ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനിയമ്മ, എന്റെ ഭഗവതി എല്ലാം തീർന്നല്ലോ, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരോട് എന്തൊക്കെ സമാധാനം പറയും എന്നൊക്കെ പറഞ്ഞ് കരച്ചില് തുടങ്ങിയിട്ടോ. അപ്പൊ നമ്മുടെ ലച്ചുവും സിദ്ധുവും കൂടെ പറയുന്നുണ്ട്, അമ്മായി ഇതുവരെ ഇങ്ങനെ ഒരാളുള്ളതായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ആരാണ്, പുതിയ കാമുകം വല്ലതും ആണോ എന്നും പറഞ്ഞിട്ട് അവരും പോയി നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഗൗരിയമ്മായി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇവര്. അപ്പൊ ഗൗരിയമ്മായി കാണുന്നില്ല. അപ്പൊ ഗൗരിയമ്മായി ഫോണിൽ ഇങ്ങനെ മുഴുകി നിൽക്കും. അപ്പൊ ഗൗരിയമ്മായി അവരുടെ മുന്നിൽ വെച്ച് ഐ ലവ് യുടാ മുത്തേ, നീ എന്നെ കാണാൻ ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പറയുന്നുണ്ട് നമ്മുടെ ഗൗരിയമ്മായി. അങ്ങനെ തന്നെ ഇവർക്കും ഭയങ്കര സങ്കടമായിട്ടോ, അയ്യോ ഗൗരിയമ്മായി എന്താ ഇങ്ങനെ, ഗൗരിയമ്മായി പുതിയ കാമുകനോടൊപ്പം പോവുകയാണോ എന്നുള്ളൊരു കുറെ സംശയങ്ങളൊക്കെ ആയി. ലാസ്റ്റ് ഒരാൾ ഹെൽമറ്റും ജാക്കറ്റൊക്കെ ഇട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരുന്നതും കാണാം. ആരാണ് അയാൾ? ഇനി നമ്മുടെ പുതിയ മാമനാണോ, പാറമട വീട്ടിലെ പുതിയ മാമനാണോ, അല്ലെങ്കിൽ നമ്മുടെ ഗൗരിയമ്മയുടെ പുതിയ കാമുകനാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യണേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.